ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിനെയും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനെയും പറ്റിയിട്ടാണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും പറയുന്നതിന് മുന്നേ എന്താണ് ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്കിൻ ടൈപ്പിനെയാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അതായത് ഇവർ ജനിക്കുന്നത് ഡ്രൈ സ്കിൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് എട്രോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും. ലൈക്ക് എക്സസീവ് ആയിട്ട് ഡ്രൈനെസ് ഓൾറെഡി ജന്മന ഉണ്ട്, അല്ലെങ്കിൽ ഇഷ്കീമിയ, ഒരു ചുറിച്ചില്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടേത് ഒരു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് വരുന്നത്. അത് പ്രൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ലിപ്പിഡ് കോൺസെൻട്രേഷൻ ഉള്ളു, അത് പൊതുവേ നിങ്ങളുടെ സ്കിന്നിന് കുറവായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കുള്ളത് ഡ്രൈ സ്കിൻ ആവുന്നത്. പക്ഷെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻസ്, ഇപ്പൊ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ അതൊരു പെർമനന്റ് സൊല്യൂഷൻ ആണ്, പെർമനന്റ് സിറ്റുവേഷൻ ആണ്. അത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോർമലിലോട്ട് ആക്കുന്നതാണ്. പക്ഷെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടീഷൻസ് കാരണമാണ് നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആവുന്നത്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ സ്കിന്നോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് വരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സമ്മർ സീസൺ ഒക്കെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ ആ വാട്ടർ പിടിച്ചു നിർത്താനുള്ള കഴിവില്ലേ, അല്ലെങ്കിൽ ആ വാട്ടർ നഷ്ടപ്പെടൂലേ സ്കിന്നിൽ, അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആവുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ്, ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ, അതിലേക്ക് നമ്മുടെ സ്ട്രെസ് കാരണം, സ്കിൻ ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത കാരണമൊക്കെയാണ് നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് മാറുന്നത്. കോമൺ ആയിട്ട് അത് ഡ്രൈ സ്കിൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ നമ്മളെല്ലാം എപ്പോഴും അത് അഡ്രസ് ചെയ്യുന്ന ഡ്രൈ സ്കിൻ ആയിട്ടാണെങ്കിലും അത് ആക്ച്വലി ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്. അതാണ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം. ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഡ്രൈ സ്കിൻ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു പെർമനന്റ് പ്രോബ്ലം ആണ്. ഡീഹൈഡ്രേറ്റഡ് ടെമ്പററി ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ നോർമലി നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്, ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല, വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെയായിരിക്കും? അതിനകത്ത് പൊരിഞ്ഞളവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഒരു റെഡ്, ഓൾറെഡി നമുക്ക് ഈ ഡ്രൈ സ്കിൻ നമ്മുടെ സ്കിൻ ബാരിയർ ഒക്കെ ഒന്ന് കോംപ്രമൈസ്ഡ് ആയിട്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് തോന്നാറ്, നമുക്ക് എപ്പോഴും ചൊറിച്ചിൽ വരാറുണ്ടോ, അല്ലെങ്കിൽ റെഡ്നെസ് വരാറുണ്ടോ, അല്ലെങ്കിൽ ഈ പൊരിഞ്ഞിളവുന്ന കണക്കൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ എപ്പോഴും ഡ്രൈ സ്കിൻ ആയിരിക്കും. ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് നോർമലി നമ്മുടെ സ്കിൻ അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ ചില സിറ്റുവേഷനുകളിൽ നമുക്ക് ഡ്രൈ ആയിട്ട് മേ ബി നമ്മൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്, നമ്മുടെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൂഡ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ, ഒരുപാട് സ്ട്രെസ്സിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്കിൻ ചേഞ്ച് തോന്നുന്നുണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ സമ്മർ സീസണിലൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ചേഞ്ച് ആവത്തില്ല, അതൊക്കെ ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നതാണ്. മാക്സിമം ഹൈഡ്രേഷൻ കൊടുക്കാം. ഡീഹൈഡ്രേറ്റഡ് ആണ് അങ്ങനെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല, നിങ്ങൾക്ക് നോർമലി ഉണ്ടാവുന്നേക്കാൾ ചുളിവുകൾ, മുഖത്തെ ചുളിവുകളൊക്കെ പെട്ടെന്ന് മനസ്സിലായി തുടങ്ങും. പിന്നെ നമുക്ക് ഒരു ഡൾനെസ് തോന്നും ഫേസിൽ. പെർമനന്റ് ആയിട്ടുള്ള ഡൾനെസ് അല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഫേസിൽ ഒരു ഡൾനെസ് ഒക്കെ തോന്നും, ഒരുപാട് ചുളിവൊക്കെ മുഖത്ത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്, ഡ്രൈ സ്കിൻ അല്ല. അപ്പൊ അങ്ങനെ വേണം. പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുകയും ചെയ്യും. കാരണം നമുക്ക് ഡ്രൈ സ്കിൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ അങ്ങനെ വരാം. പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, നോർമലി നമ്മുടെ അങ്ങനെ ഡ്രൈ ആയിരിക്കത്തില്ല സ്കിൻ, നമുക്ക് നോർമലി ഒന്നും ഫീൽ ആവത്തില്ലായിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം അതിന് ടൈറ്റ്നെസ്സോ അല്ലെങ്കിൽ ഓവർ ആയിട്ട് റിംഗിൾ ഫോർമേഷനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡ്രൈ സ്കിൻ ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് രണ്ടും കൂടി വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിലും ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മോയിസ്ചറൈസേഴ്സിലാണ്. കാരണം ഇതാണ് നമ്മുടെ സ്കിന്നിനെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം? ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒക്ലൂസീവ്സും ഹ്യൂമറ്റൻസും ഉള്ള മോയിസ്ചറൈസേഴ്സ് നോക്കണം. അതായത് കുറച്ച് തിക്ക് ആയിട്ടുള്ള തിക് ബേസ്ഡ് ആയിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്കിൻ മാറുന്നതാണ്, നമ്മുടെ സ്കിൻ ടൈപ്പിന് വ്യത്യാസം ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്നിന് വെള്ളം വേണ്ടതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ മോയിസ്ചറൈസേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതനുസരിച്ചിട്ടുള്ള മോയിസ്ചറൈസർ ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ കോമ്പിനേഷൻ ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ജെൽ ബേസ്ഡ് മോയിസ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ മോയിസ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനത്തെ വേണം യൂസ് ചെയ്യാൻ. കാരണം നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആണ്, നമ്മുടെ സ്കിന്നിന്റെ ഒരു സ്കിൻ ടൈപ്പും നമുക്ക് മാറ്റില്ല. കാരണം നമുക്ക് വെള്ളം, നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള വെള്ളം കൊടുത്തുകൊടുക്കുകയാണ്.
ഒരു വാട്ടർ കണ്ടന്റ് നമുക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഗ്ലിസറിൻ ഉള്ളത്, അതല്ലെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് ഉള്ളത്, നയാസിനമൈഡ് ഉള്ളത്, അങ്ങനെയൊക്കെ ഉള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇൻഗ്രീഡിയൻസിന് ഉപരി നമ്മളിപ്പോൾ നമ്മുടെ സ്കിൻ ഓൾറെഡി നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയായിരിക്കുമല്ലോ, അതനുസരിച്ചിട്ടുള്ള മാക്സിമം നല്ല മോയ്സ്ചറൈസേഴ്സ്, സെറമൈഡ്സ് ഒക്കെ ഉള്ള മോയ്സ്ചറൈസേഴ്സ് ആഡ് ചെയ്യുക. പക്ഷെ അത് എപ്പോഴും ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ ഓയിൽ ഫ്രീ ടൈപ്പ് ആയിരിക്കണം. കാരണം ഓൾറെഡി നമ്മുടെ ഓയിലി സ്കിൻ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും ഓയിലി അല്ലെങ്കിൽ ക്രീമി ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹെവി ആവും, നമ്മുടെ ഡീഹൈഡ്രേഷൻ അത് ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷെ ഡ്രൈ സ്കിൻ ആകുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ഒരു ലിപ്പിഡിന്റെ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. അതായത് വാസ്ലിനൊക്കെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പം പെട്രോളിയം വാസ്ലിൻ, അതായത് പെട്രോളൈറ്റം ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിന്നിനകത്താണ്, ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിലല്ല. അപ്പൊ അങ്ങനെ വേണം നമ്മൾ എപ്പോഴും പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങളൊരു മോയ്സ്ചറൈസർ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ നോക്കണം? ഒന്നുകിൽ അതിനകത്ത് പെട്രോളാക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഡൈമെത്തക്കോൺ ഉണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ സിലിക്കോൺ ഉണ്ടോ എന്ന് നോക്കണം, അതല്ലെങ്കിൽ ഷിയ ബട്ടറോ സെറമൈഡോ നയാസിനമൈഡോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ ആ ഒരു മോയ്സ്ചറൈസറിന്റെ തിക്നെസ്സും കൂടെ നോക്കണം. കുറച്ച് കട്ടി കൂടിയ മോയ്സ്ചറൈസർ ആണോ എന്നും കൂടെ നോക്കിയാൽ നമുക്ക് ഡ്രൈ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും. ഇനി കുറച്ച് ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ, ഒന്ന് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് മോയ്സ്ചറൈസർ, രണ്ട് റിക്വലിന്റെ സെറമൈഡ് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് മോയ്സ്ചറൈസർ, മൂന്നെന്ന് വെച്ചാൽ സെറവിയുടെ മോയ്സ്ചറൈസിംഗ് ക്രീം അല്ലെങ്കിൽ സെറാവയുടെ മോയ്സ്ചറൈസിംഗ് ലോഷൻ നല്ലതാണ്, മിനിമലിസ്റ്റിന്റെ മെറില്ല ഓയിൽ മോയ്സ്ചറൈസർ. ഇതൊക്കെ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മോയ്സ്ചറൈസേഴ്സ് ആണ്. നിങ്ങളുടെ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണ്, ഓയിലിയോ കോമ്പിനേഷനോ നോർമലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജെൽ മോയ്സ്ചറൈസേഴ്സ് ഏതൊക്കെയാന്ന് നോക്കിയാൽ, ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ നമുക്ക് യൂസ് ചെയ്യാം. അത് അധികം ക്രീമി അല്ല, എന്നാൽ നമുക്ക് നോർമൽ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ. ഇത് രണ്ടും ഞാൻ ആദ്യമേ പറയാൻ കാരണം വെച്ചാൽ കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഡീകൺസ്ട്രക്റ്റിന് തന്നെ ഹൈഡ്രോണിക് ആസിഡ് ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ഉണ്ട്. അത് നമുക്ക് ഒരു ഓയിലി സ്കിൻകാർക്ക് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ന്യൂട്രജീനിയുടെ ഹൈഡ്രോ ബൂസ്റ്റ് ജെൽ മോയ്സ്ചറൈസർ നല്ലതാണ്. അതല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കെയുടെ ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ കോമ്പിനേഷൻ ഡീഹൈഡ്രേറ്റഡ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ, പക്ഷെ അത് നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ചെറിയ രീതിയിൽ കുരു വരുത്തുന്നുണ്ട് എന്ന് പറയുന്നത്, വലിയ കുരുക്കളൊന്നുമില്ല, ചെറിയ ചെറിയ കൊമഡോൺസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നോർമലി വരാറില്ല, പക്ഷെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് മാറുന്നതുകൊണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യുക. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, മാക്സിമം ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫ്രാഗ്രൻസിനകത്ത് കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനകത്തുള്ള സ്കിൻ ഡ്രൈനെസ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് മാക്സിമം ഡീനാച്ചുറൽ ആൽക്കഹോൾ ഇല്ല എന്ന് കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസേഴ്സിന്റെ കൂടെ മാക്സിമം ടോണേഴ്സ്, എസൻസ്, അങ്ങനെ മാക്സിമം ഹൈഡ്രേഷൻ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൈഡ്രോണിക് ആസിഡ്, നയാസിനമൈഡ് പോലെയുള്ള സെറംസ് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഹൈഡ്രോണിക് ആസിഡ് സെറംസ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ന്യൂട്രിജീനയിലുണ്ട്, ലോറിയൽ പാരിസിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, അതുപോലെ ഓർഡിനറിയിലുണ്ട്, പിന്നെ നമ്മുടെ പ്ലമ്മിലുണ്ട്, ഡോക്ടർ ഷെയ്ത്തിലുണ്ട്, അതല്ലെങ്കിൽ ഫോക്സ്റ്റെയിലുണ്ട്, പിൽഗ്രിമിലുണ്ട്. ഇങ്ങനെ കുറെ ബ്രാൻഡ്സുകളുടെ നല്ല ഹൈഡ്രോണിക് ആസിഡ് സിറംസ് കിട്ടും. അതും കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ നല്ലതാണ്. ഇത് ഡ്രൈ സ്കിൻകാർക്ക് നല്ലതാണ്, ഡീഹൈഡ്രേറ്റഡ് സ്കിൻകാർക്ക് നല്ലതാണ്. കാരണം ഇവിടെ രണ്ടും നമ്മൾ വാട്ടർ ആഡ് ചെയ്യണം. ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് വാട്ടറിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഹൈഡ്രോണിക് ആസിഡ് സിറം നിങ്ങളുടെ ഡ്രൈയോ ഡീഹൈഡ്രേറ്റഡോ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ്. പിന്നെ അപ്പൊ എനിക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ വന്നാൽ ഞാൻ യൂസ് ചെയ്യുന്ന 3 പ്രൊഡക്ട്സ് ഏതൊക്കെയാന്ന് പറയാം. ഒന്നെന്ന് വെച്ചാൽ ലെനേജിന്റെ റിഫ്രഷിംഗ് മിസ്റ്റ്, അത് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ കോക്സ്റ്റെയിലിന്റെ എസൻസോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ യൂസ് ചെയ്യും, സ്റ്റെയിൻ മ്യൂസിന്റെ. അപ്പൊ എന്റെ പേഴ്സണലായി എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് 3 എന്റെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്റെ സ്കിൻ കെയറിൽ. അപ്പൊ ഞാൻ അതെല്ലാം ഹൈഡ്രേറ്റിംഗിലോട്ട് ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾ ടോണേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം BHA ടോണേഴ്സ് മാറ്റിയിട്ട് റോസ് വാട്ടർ ടോണറോ നയാസിനമൈഡ് ടോണറോ റൈസ് വാട്ടർ ടോണറോ അങ്ങനെ എന്തെങ്കിലും ഒരു ടോണേഴ്സ് നിങ്ങളുടെ ഹൈഡ്രേറ്റിംഗ് സെറത്തിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണോ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, കുറച്ച് അത് മാറ്റിയെടുക്കാനുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ്. എന്നാൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു സിറമോ അങ്ങനെ എന്തെങ്കിലും മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഡീഹൈഡ്രേഷൻ പോകത്തില്ല. നിങ്ങൾക്ക് എന്താണോ അതിന്റെ റൂട്ട് കാസ്, സ്ട്രെസ്, ക്ലൈമറ്റ്, ഇതും കൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ അതനുസരിച്ച് ഹൈഡ്രേഷൻ കൊടുക്കുക. സ്ട്രെസ് ഒക്കെ ആണെങ്കിൽ മാക്സിമം സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ വെള്ളം എടുക്കുക, പിന്നെ കൂടുതൽ നേരം ഫേസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫേസ് മിസ്റ്റ് ഒക്കെ എൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ മാറാനായിട്ട്
സഹായിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ടും കുറച്ച് മോയ്സ്ചറൈസേഴ്സിന്റെയും സെറത്തിന്റെയും റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നു. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടുള്ള ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.